ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നു. നവംബർ 13 രാവിലെ 10 മണിക്ക് മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ സമ്മേളനത്തിൽ അതായത് ഗവൺമെന്റിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അനീഷേട്ടൻ പറയുന്നത്. നിലവിലിപ്പം പ്രവൃത്തി നടക്കുന്നതിൽ ഈ കോറി മെറ്റീരിയൽ രാവിലെയും വൈകുന്നേരവും വില കൂടുന്ന സ്ഥിതി എന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു ക്രഷറിൽ പോയിട്ട് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിലയല്ല അടുത്ത ട്രിപ്പ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ക്രഷറിൽ ഉള്ള വില. അപ്പോൾ ഒരു വിധത്തിലും ഈ പ്രവൃത്തി നടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രവൃത്തി പൂർത്തീകരിച്ച് ബില്ല് കൊടുത്താൽ 3 മാസം കഴിയാതെ ബില്ല് അവരുടെ പ്രോസസ്സിങ് പോലും പൂർത്തിയാക്കുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് ട്രഷറിയിൽ കൊടുക്കുന്ന സമയം, ആ സമയം വരെ ബില്ല് വെച്ച് താമസിപ്പിച്ച് അതിനുശേഷം ബില്ല് കൊടുത്താൽ പിന്നെ അതേ സ്പിൽ ഓവറായിട്ട് വരുന്ന സമയം വരെ നമ്മൾ കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പല വർക്കുകളും കോൺട്രാക്ടർമാർ ഏറ്റെടുത്തത് പിന്നീട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ചെറിയ പ്രവർത്തികൾക്ക് പോലും ഇൻഷുറൻസ് പോളിസി കവറേജ് എടുക്കേണ്ട അത്യാവശ്യ ഘട്ടത്തിലേക്ക് വന്നതിൻ്റെ ഭാഗമായി ചെറിയ കരാറുകാർക്ക് ഇതൊന്നും തന്നെ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നിർമ്മാണ സാമഗ്രികളുടെ വില എല്ലാ മേഖലയിലും വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ടാർ ബില്ല് നമുക്ക് ചെറിയ വർക്കുകൾക്ക് ഈ 20 കിലോനും 30 കിലോനും ടാർ മാർക്കറ്റിൽ കിട്ടാനില്ല. അത്തരം ഇതിന് 200 കിലോ പോലുള്ള എമർഷൻ പോലുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വേസ്റ്റായി കളയുകയാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കരാറുകാർ കടന്നു പോകുന്നത്. ഇതോടനുബന്ധിച്ച് ജില്ലയിലെ അസോസിയേഷൻ മെമ്പർമാരുടെ കുട്ടികളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പഠന നിലവാരം പുലർത്തിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും കലാകായിക മേഖലയിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച് കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ GCA ജില്ലാ സെക്രട്ടറി MK ഷാജി സ്വാഗതം പറയും. ജില്ലാ പ്രസിഡന്റ് P മോഹനൻ അധ്യക്ഷത വഹിക്കും. GCA സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് SSLC +2 ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പഠന നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നൽകും. ശേഷം GCA ജില്ലാ സെക്രട്ടറി MK ഷാജി റിപ്പോർട്ട് അവതരണവും ട്രഷറർ MK അനിൽകുമാർ വരവ് ചെലവ് കണക്ക് അവതരണവും നടത്തും. തുടർന്ന് യൂണിറ്റ് അടിസ്ഥാനത്തിൽ സംഘടനാ ചർച്ച നടത്തും. GCA സംസ്ഥാന വൈസ് പ്രസിഡന്റ് V രജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KC മിനീഷ്, KK സുരേന്ദ്രൻ, V നാരായണൻ നമ്പ്യാർ, GCA ജില്ലാ വൈസ് പ്രസിഡന്റ് K രമേഷ് ബാബു തുടങ്ങിയവർ ആശംസ അറിയിച്ച് സംസാരിക്കും. GCA ജില്ലാ വൈസ് പ്രസിഡന്റ് KKP മുഹമ്മദ് ഫൈസൽ നന്ദി പറയും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.